നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു ഇതിഹാസ യാത്രയുടെ കഥയാണ്. അതെ, ഇത് ഹനുമാന്റെ ഒഡീസി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുന്ദരകാന്ഡം എന്ന ഇതിഹാസത്തെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലില്ലേ? ശരിക്കും ഏത് പ്രതിസന്ധിയിലും നമുക്ക് ധൈര്യവും പ്രതീക്ഷയും തരുന്ന ഒരു ഗംഭീര കഥയാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ദൗത്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നായകന്റെ കോൺഫിഡൻസ്. ആവശ്യം വന്നാൽ ഈ ലങ്കയെ മുഴുവനായിട്ട് അങ്ങ് പിഴുതെടുത്ത് ഞാൻ ശ്രീരാമന് സമ്മാനമായി കൊടുക്കും. ഇത് വെറുതെ പറയുന്നൊരു ഡയലോഗല്ല കേട്ടോ, തനിക്കതിനുള്ള കഴിവുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. ശരി, അപ്പം നമുക്ക് കഥയുടെ ആഴങ്ങളിലേക്ക് പോകാം. ഹനുമാന് മുന്നിലുള്ള ആ ടാസ്ക് എന്താണെന്നറിയാമോ? ഒറ്റ നോട്ടത്തിൽ അസാധ്യമെന്ന് ആരും പറഞ്ഞുപോകുന്ന ഒന്ന്. ഒരു മഹാസമുദ്രം കടക്കണം. എന്തിന്? തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ കണ്ടുപിടിക്കാൻ. അപ്പൊ ദൗത്യം വളരെ ക്ലിയറാണ്. 100 യോജന, അത്രയും വലിയൊരു കടൽ ചാടിക്കടക്കണം. അപ്പുറത്ത് ആരാണുള്ളത്? അസുരരാജാവായ രാവണൻ. അവൻ തട്ടിക്കൊണ്ടുപോയ ശ്രീരാമന്റെ പത്നിയെയാണ് കണ്ടെത്തേണ്ടത്. അതായത് ദൂരമൊരു പ്രശ്നം, രാവണൻ എന്ന ഭീഷണി വേറെ. വെല്ലുവിളി ഡബിളാണ്. പക്ഷേ ഈ യാത്ര വെറുതെ അങ്ങ് പറന്നു പോവുക എന്നതായിരുന്നില്ല. അതത്ര സിമ്പിളല്ലായിരുന്നു. ആകാശത്ത് വെച്ച് ഹനുമാന്റെ കഴിവുകളൊന്ന് പരീക്ഷിക്കാൻ ദേവന്മാർ തന്നെ തീരുമാനിച്ചു. അതെ, ഒരു ടെസ്റ്റ്. അങ്ങനെ ഹനുമാൻ പ്രധാനമായിട്ടും 3 തടസ്സങ്ങളെയാണ് നേരിട്ടത്. ഒന്നാമത്തേത് മൈനാക്കൻ എന്ന സ്വർണ്ണപർവ്വതം. കടലിൽ നിന്നുയർന്നുവന്ന് കുറച്ചു വിശ്രമിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ ഹനുമാന്റെ ലക്ഷ്യം ഉറച്ചതായിരുന്നു. ഇല്ല, ദൗത്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്ഷണം വളരെ വിനയത്തോടെ നിരസിച്ചു. രണ്ടാമത്തെ ടെസ്റ്റ് നാഗമാതാവായ സുരസയായിരുന്നു. വഴിമുടക്കി നിന്നു. അവിടെ ശക്തിയല്ല, ബുദ്ധിയാണ് ഹനുമാൻ ഉപയോഗിച്ചത്. തന്റെ ശരീരം ചെറുതാക്കി ആ വെല്ലുവിളി മറികടന്നു. അവസാനം സിംഹിക എന്നൊരു രാക്ഷസി, നിഴലിൽ പിടിച്ച് യാത്ര തടസ്സപ്പെടുത്തുന്നവൾ. അവളെ നേരിട്ടത് തന്റെ ശക്തി കൊണ്ടാണ്. കണ്ടില്ലേ, ബുദ്ധിയും വിനയവും ശക്തിയും എല്ലാം ശരിയായ സമയത്തുപയോഗിച്ചു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും ചാടിക്കടന്ന് ഹനുമാൻ ഒടുവിൽ ലങ്കയിൽ ലാൻഡ് ചെയ്തു. അവിടെ കണ്ട കാഴ്ചയോ, അവിശ്വസനീയമായ സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞൊരു നഗരം. തന്റെ ലളിതമായ വാനരരൂപവും ആ തിളങ്ങുന്ന നഗരവും തമ്മിൽ ഒരു മാച്ചുമില്ലായിരുന്നു. ലങ്കയുടെ പ്രൗഢി അത് വാക്കുകൾക്കപ്പുറമാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, മതിലുകളും ഇഷ്ടികകളും വരെ തനി തങ്കം, വെള്ളിത്തൂണുകളും മുത്തുകൾ പതിച്ച വാതിലുകളുമുള്ള കൂറ്റൻ മാളികകൾ, ജനലുകൾ സ്ഫടികം കൊണ്ട്, വാതിൽപ്പിടികൾ മരതകം കൊണ്ട്, ആകാശത്തെ തൊട്ടുനിൽക്കുന്ന കൊട്ടാരങ്ങൾ. ഇതിനെല്ലാം പുറമെ ഭയങ്കരന്മാരായ ഒരു സൈന്യം 24 മണിക്കൂറും കാവലും. ശരിക്കും ആർക്കും ഭേദിക്കാൻ പറ്റാത്തൊരു കോട്ട തന്നെയായിരുന്നു അത്. അങ്ങനെ നഗരകവാടത്തിലെത്തിയപ്പോ ദാ നിൽക്കുന്നു ലിങ്കിണി, ലങ്കയുടെ കാവൽക്കാരിയായ ഭീകരരൂപിയായ ദേവത. അവൾ ഹനുമാനെ തടഞ്ഞു. പക്ഷേ ഒരൊറ്റയിടിക്ക് ഹനുമാൻ അവളെ നിലംപരിശാക്കി. ആ ഇടി വെറുമൊരടിയായിരുന്നില്ല, അത് രാവണന്റെ സാമ്രാജ്യം തകരാൻ പോകുന്നതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് ഹനുമാന്റെ വിജയങ്ങളാണ്. പക്ഷേ ഇവിടെ കഥയുടെ ടോൺ അങ്ങ് മാറുകയാണ്. ഹനുമാൻ ലങ്ക മുഴുവൻ അരിച്ചുപെറുക്കി. എന്നിട്ടും സീതയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പതിയെ പതിയെ ആത്മവിശ്വാസത്തിനു പകരം നിരാശ അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ തുടങ്ങി. എത്ര വലിയ വീരനാണെങ്കിലും ചില സമയങ്ങളിൽ മനസ്സ് തളർന്നുപോകും, അല്ലേ? അദ്ദേഹം തിരയാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. പ്രഹസ്തന്റെ മാളിക, കുംഭകർണന്റെ കൊട്ടാരം, രാവണന്റെ ആഡംബര അന്തഃപുരം, വലിയ വലിയ സേനാപതികളുടെ വീടുകൾ, പിന്നെ ആ അത്ഭുത വിമാനമായ പുഷ്പക വരെ എല്ലായിടത്തും നോക്കി. പക്ഷെ ഒരു തുമ്പ് പോലുമില്ല. എല്ലാം വെറുതെയായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ദൈവമേ, ഈ ദൗത്യം പരാജയപ്പെട്ടോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് വെറുതെയായോ? ആ ഒരു മാനസിക സംഘർഷം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതാണ് ഈ കഥയിലെ ഏറ്റവും ഡാർക്കായ ഒരു നിമിഷം. നിരാശ അദ്ദേഹത്തെ പൂർണ്ണമായി കീഴടക്കി. പരാജയപ്പെട്ട വാർത്തയുമായി തിരിച്ചു പോകുന്നതിലും നല്ലത് ഇവിടെ വെച്ച് ഈ ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്ന് വരെ ഹനുമാൻ ചിന്തിച്ചു. പ്രതീക്ഷയുടെ അവസാനത്തെ വെളിച്ചവും അണഞ്ഞുപോയ ഒരു നിമിഷം. പക്ഷേ എല്ലാം തീർന്നു എന്ന് ഹനുമാൻ ഉറപ്പിച്ച ആ നിമിഷം, അവിടെയാണ് കഥ മാറുന്നത്. അതുവരെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന മനോഹരമായ ഒരു പൂന്തോട്ടം പെട്ടെന്ന് കണ്ണിൽപ്പെട്ടു. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നായിരിക്കും പ്രത്യാശയുടെ ഒരു ചെറിയ കിരണം വരുന്നത്. അശോക മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ തോട്ടത്തിലേക്ക് അദ്ദേഹം നോക്കി. ഒടുവിൽ അദ്ദേഹം അവളെ കണ്ടു. ഒരുപാട് രാക്ഷസികളായ കാവൽക്കാർക്ക് നടുവിൽ പഴയൊരു വസ്ത്രം ധരിച്ച് ദുഃഖമുഖത്ത് നിഴലിക്കുന്ന ഒരു യുവതി.
അത് സീതയായിരുന്നു. അവിടെയൊരു വലിയ വ്യത്യാസം കാണാമായിരുന്നു. ഒരു വശത്ത് രാവണന്റെ രാജ്ഞിമാർ നല്ല വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഒരു ഫാഷൻ ഷോയ്ക്ക് വന്ന പോലെ സുഖമായി ഉറങ്ങുന്നു. മറുവശത്തോ മുഷിഞ്ഞ പട്ടുടുത്ത് കഴുത്തിലൊരു മാല പോലുമില്ലാതെ കണ്ണീരോടെയിരിക്കുന്ന സീത. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: പുറമേയുള്ള സമ്പത്തിനേക്കാൾ എത്രയോ വലുതാണ് ആത്മാഭിമാനം. ഗ്രഹണം ബാധിച്ച ചന്ദ്രനെപ്പോലെ അവളുടെ സൗന്ദര്യത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടു. ഈയൊരു വരി മതി സീതയുടെ അവസ്ഥ മനസ്സിലാക്കാൻ. അവരുടെ പുറമേയുള്ള ഭംഗിയല്ല, ആ ഉള്ളിലെ പ്രകാശമാണ് ആ ദുഃഖത്തിൽ മങ്ങിപ്പോയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഥയിലെ ഏറ്റവും ശക്തമായ ഒരു രംഗമാണ്. സീതയും രാവണനും നേർക്കുനേർ വരുന്ന നിമിഷം. എത്ര വലിയ ഭീഷണിയുടെ മുന്നിലും തളരാത്ത സീതയുടെ ആ മനോധൈര്യമാണ് നമ്മളിവിടെ കാണുന്നത്. രാവണൻ സീതയുടെ അടുത്തേക്ക് വന്നു. സമ്പത്ത്, അധികാരം എല്ലാം വാഗ്ദാനം ചെയ്തു. അവളെ തന്റെ ഹൃദയറാണിയാക്കാം എന്നുവരെ പറഞ്ഞു. എന്നിട്ടൊരു അൾട്ടിമേറ്റവും കൊടുത്തു: 2 മാസം സമയം തരും, ഒന്നുകിൽ എന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. അപ്പൊ സീത പറഞ്ഞ മറുപടി എന്താണെന്നോ? സൂര്യന്റെ രശ്മികളെ സൂര്യനിൽ നിന്ന് വേർപെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? അതുപോലെയാണ് ഞാനും എന്റെ രാമനും. ഞങ്ങളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല. എത്ര മനോഹരവും ശക്തവുമായ വാക്കുകളല്ലേ? അവസാനം ആ സംഭാഷണത്തിലെ ഏറ്റവും ശക്തമായ വാചകം വന്നു: രാവണന്റെ രാജ്ഞിയായി ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാമന്റെ ഭാര്യയായി മരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മരണഭയത്തിനു മുന്നിൽ പോലും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ആ ധൈര്യം. ഇത് വെറും വാക്കുകളല്ല, ഒരു അധികാരത്തിനും കീഴടങ്ങില്ലെന്ന പ്രഖ്യാപനമാണ്. അപ്പോ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലെത്തിക്കുന്നു. എന്താണ് യഥാർത്ഥ ശക്തി? അത് ഹനുമാനിന്റെ സമുദ്രം ചാടിക്കടക്കാനുള്ള കായികബലമാണോ? അതോ ഒരു ഏകാധിപതിയുടെ മുന്നിൽ മുട്ടുമടക്കാതെ നിന്ന സീതയുടെ ആത്മബലമാണോ? ഒരുപക്ഷേ രണ്ടും രണ്ടവസ്ഥയിലുള്ള ശക്തിയുടെ രൂപങ്ങളാവാം. സീതയുടെ ഈ ചെറുത്തുനിൽപ്പ് നമുക്ക് തരുന്ന പാഠം ശരിക്കും വളരെ വലുതാണ്.